മസ്തിഷ്കത്തിൽ ചതലായി മൊത്തം പേർക്കും പ്രാന്തായി. ഇങ്ങനെ എപ്പോഴും ഇരുന്ന് പഠിക്കണമെന്നൊന്നുമില്ല, കുറച്ചു നേരമൊക്കെ ബ്രേക്ക് എടുക്കാം. അവളൊരു പഠിത്തം എടി, നിന്നെ പോലുള്ള പഠിപ്പി പെങ്ങന്മാരാണ് നമ്മളെ പോലുള്ള പാവം ചേട്ടന്മാർക്ക് അമ്മയെ പള്ളി വിളിയാപ്പിച്ചിരുന്നത്. മക്കളിങ്ങ വന്നാണ് ചേട്ടൻ ഒരു കാര്യം പറയട്ടെ. എടി നിന്നെ എന്തായാലും കുറച്ച് വർഷം കഴിയുമ്പോ കെട്ടിച്ച് വിടും. കുറച്ചു വർഷം കഴിഞ്ഞിട്ടുള്ള കെട്ടിച്ച് വിടട്ടാ. അപ്പൊ ഈ പുസ്തകത്തിന്റെ അകത്തുള്ള സൈൻ തീറ്റയും കോസ് തീറ്റയും ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല. നീ കെട്ടാൻ പോണ പയ്യന് എന്ത് തീറ്റ കൊടുക്കാം എന്ന് വേണം നീ പഠിക്കാൻ. അതിന്റെ പ്രാക്ടീസ് ആയിട്ട് ചെയ്യാൻ ഒരു ചായ ഇട്ടുണ്ടോ? അപ്പോ അതൊക്കെ അങ്ങ് പണ്ടത്തെ പെണ്ണുങ്ങൾ കേട്ടാ. നിനക്ക് ചായ ആണെങ്കിൽ നീ വേണ്ടാക്കി കുടിക്കടാ, എനിക്ക് പഠിക്കാനുണ്ട്. എടി നിന്നെ പോലുള്ള പുസ്തകം തിന്ന പാറ്റ പെങ്ങന്മാർക്കെതിരെ നമ്മുടെ ചേട്ടന്മാർ പുതിയ പാർട്ടി തുടങ്ങാൻ പോകുന്നു. എന്തോന്നു പാർട്ടി? CJP, കോക്രോച്ച് ജനതാ പെങ്ങൾസ്. നീ തീന്നടി. +2 തോറ്റിട്ട് എന്റെ മുമ്പിൽ കിടന്ന് ഇത്രയും ജാട അടിക്കാൻ നിനക്ക് നാണം ഉണ്ടാടാ? 10ാം ക്ലാസ്സിന് ഫുൾ A+ വാങ്ങിച്ചതും പറഞ്ഞ് ഇങ്ങനെ ജാട കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ജാട കാണിക്കുന്നുണ്ടെങ്കിലേ ഞാൻ രാത്രി ഉറക്കം നിന്ന് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ്. എടാ നമ്മളും കുറെ ഉറക്കൊഴിച്ച് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടൊക്കെ തന്നെ പരീക്ഷയ്ക്കൊക്കെ പോയിട്ടുള്ളത്. എന്നിട്ടിപ്പോ എന്തൊരു പറ്റി? അവർക്കെല്ലാം കൂടെ പരീക്ഷ കളിച്ചെന്നു ഉറങ്ങി. അത് മാത്രമല്ല ആ ഫാനിന്റെ കാറ്റും പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് വായിക്കണം. അമ്മ താരാട്ടുമായിട്ട് പാടിത്തരും പോലെ അങ്ങനത്തെ ഫീലാണ്. അങ്ങ് ഉറങ്ങി ഞാൻ തോറ്റത് എന്റെ തെറ്റുകൊണ്ടല്ല. എന്റെ സ്റ്റാൻഡേർഡിനൊത്ത് സ്കൂളുകൾ കേരളത്തിലില്ല. എന്റെ സ്റ്റാൻഡേർഡിന് പറ്റിയത് UK ആണ്. അതെനിക്ക് പണ്ടേ അറിയാം നിന്റെ സ്റ്റാൻഡേർഡ് UKG ആണ്. UKG അല്ല, UK, യുണൈറ്റഡ് ഡിണ്ടം. എന്താണ് ഡിണ്ടം? നിന്റെ ഈ ഡിണ്ടത്തിലോട്ട് പോകുന്ന കാര്യം അമ്മയോട് പറഞ്ഞപ്പോ അമ്മ നിന്നെ കണ്ട വഴി ഓടിച്ചത് നിനക്ക് ഓർമ്മയുണ്ടാ? ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഇനി പറച്ചിലല്ല. നമ്മുടെ പൂർവികർ നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചത് സമരത്തിലൂടെയാണ്. ഞാൻ സമരം ചെയ്ത് UK പോകാനുള്ള അവകാശം അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങും. എന്തോന്ന് സമരം? നിരാഹാര സമരം. ഒരു കടുക്കയില്ല. ഞാൻ ഇപ്പൊ തൊട്ട് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ നിരാഹാര സമരം തുടങ്ങി. അങ്ങ് UK ചെന്നൊരു മുഴുത്ത ചിക്കൻ ബർഗർ അടിച്ച് തിന്നിട്ടേ എന്റെ സമരം നിർത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഇവിടെ നിരാഹാര സമരം ചെയ്ത് കുഴഞ്ഞ വീണ് മരിച്ചെങ്ങാനും പോയാ ഒരു തുള്ളി വെള്ളം എന്റെ വായിൽ ഒഴിച്ചറിയ അത്രയ്ക്ക് നിരാഹാര സമരം ആയിരിക്കും. എടാ മോനെ, എടി മോളെ, ആ ചിക്കൻ എടുത്ത് ഉച്ചയ്ക്ക് പൊരിക്കണോ അതോ കറി വെക്കണോ? ചിക്കൻ ആണെങ്കിൽ പൊരിക്കണോ അമ്മ? കറിവേപ്പിലയായിട്ട് ഇങ്ങനെ മൊരിച്ച് വറുത്ത് ചോറിന് കൊടുക്കണം. പക്ഷെ നിനക്ക് നിരാഹാരം ഇല്ലടാ. ഉച്ചയ്ക്ക് ശേഷമാണ് നിരാഹാരം. ഞാൻ മിസ്റ്റേക്കാണ്. ഉച്ചയ്ക്ക് ശേഷം. അപ്പൊ നമുക്ക് രാത്രി ചില്ലി ചിക്കൻ വെക്കാം. നാളെ രാവിലെ തൊട്ടാണ് യഥാർത്ഥ നിരാഹാരം. നല്ല നിരാഹാരം. ഞാൻ പിടച്ചു വീഴും. ബാക്കിയുള്ള ചിക്കൻ നമുക്ക് രാവിലെ പൊരിക്കാമേ. നിരാഹാരം എടുക്കാൻ സമയമില്ല. ഞാൻ മിണ്ടൂല പോലെ. എന്റെ ആഗ്രഹം അങ്ങനെ അങ്ങനെ. നീ ഇപ്പൊ UK പോവാൻ വേണ്ടി പട്ടിണി കിടന്ന് ചാവയൊന്നും വേണ്ട. UK പോവാ അങ്ങോട്ട് മോൻ. അമ്മ നീ മിണ്ടായിരടി. ആ കൊച്ചന്റെ ഒരു ആഗ്രഹമല്ലേ? എടാ നീ എന്റെ പേഴ്സിൽ നിന്നുള്ള 220 രൂപ എടുത്തോണ്ട് ഇപ്പൊ തന്നെ UK വിട്ടോ. പച്ചക്കടയിൽ പോണ കാര്യമല്ല പറഞ്ഞത്. 220 രൂപയും കൊണ്ട് UK പോണ കാര്യമാണ്. 10-15 ലക്ഷം വേണ്ടി വരും. 15 ലക്ഷം? പിന്നെ ആണോടി? 15 ലക്ഷം വേണം. എന്നാ പിന്നെ നീ ഇനി UK എന്ന് പറഞ്ഞ അക്ഷരം വേണ്ടിയ മുട്ടുകാലിയാന്നല്ലോ. ഞാൻ സമരം ചെയ്യും. പാർവതി അമ്മ നീതി പാലിക്ക. പാർവതി അമ്മ എന്നെ യുണൈറ്റഡ് ഡെൻഡന്റ്. അമ്മ എനിക്ക് നാക്കിങ്ങനെ അടിച്ചു വീഴണം. ഞാൻ UK എന്ന് പറഞ്ഞോട്ടാ. പാർവതി അമ്മ എന്നെ UK വിടുക. എന്നെ ഭാവിയിൽ സായിപ്പായി വാർത്തെടുക്കുക. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വീടുകളുള്ളതാണ്. ശബ്ദം വെളിയിൽ വന്ന ഇന്നലെ കിട്ടേണ്ട ബാക്കി നിനക്ക് കിട്ടും. ശബ്ദം ഇല്ലാതെ ഇങ്ങനെ സമരം ചെയ്യാനേ എനിക്ക് അറിയാവൂ. സമരം വിളിക്കാൻ നടക്കണ്. +2 പൊട്ടിയവനെ നീ ആ ജോണിന്റെ മോനെ കണ്ട് പടിയടാ ഇത്തിരി. ഇതാണ് എല്ലാ അമ്മമാരെയും കുഴപ്പം. അവനെ കണ്ടുപടി, എവനെ കണ്ടുപടി, എന്നാലും പുസ്തകത്തിൽ നോക്കി പഠിക്കാൻ പറയില്ല. ഈ പറയണ ജോണിയുടെ മോനെ കണ്ടു പഠിച്ച് പരീക്ഷയ്ക്ക് വൈദ്യുതിയുടെ പിതാവാന്ന് ചോദിച്ചപ്പോ ഞാൻ ജോണിയുടെ മോനെന്ന് എഴുതി. നീ കൂടുതൽ പറയല്ലേ. നിനക്ക് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ഉണ്ടാ? ഈ ഉത്തരവാദിത്വം വെച്ചാണ് നീ UK പോകാൻ പോണ. എനിക്ക് ഉത്തരവാദിത്തം ഇല്ലെന്ന് മാത്രം അമ്മ പറയരുത്. നിനക്ക് ഉത്തരവാദിത്വം ഉണ്ട്. ഒരു ബൈക്കും എടുത്ത് കണ്ട പെമ്പിള്ളാരെ പുറകെ കറങ്ങാൻ. അത് ചില്ലറ ഉത്തരവാദിത്വം എന്നാണ് അമ്മയുടെ വിചാരം. ഒരു കാലിൽ ബ്രേക്ക്, മറ്റേ കാലിൽ ഗിയർ, ഒരു കയ്യിൽ ആക്സിലേറ്റർ, മറ്റേ കയ്യിൽ ക്ലച്ച്, ഒരു കണ്ണ് റോട്ടില്, മറ്റേ കണ്ണ് റോഡ് സൈഡിലെ പെമ്പിള്ളേര്. ചില വണ്ടിയിലാണെങ്കിൽ ചന്തിയും കൂടെ പൊക്കി പിടിക്കണം.
നല്ല എൻജോയ്മെന്റ്. പുറമേന്ന് കാണുന്നവർക്ക് ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ജോബ്. പക്ഷെ ഇതുപോലൊരു നശിച്ച ജോലി വേറെ ഇല്ല. അതുകൊണ്ട് എനിക്ക് ഉത്തരവാദിത്തം എനിക്ക് UK പോണം. ഞാൻ പോയി പഠിച്ച് വലിയ കുട്ടിയാവും. ആഹാ, എന്നാ ഞാൻ നിന്റെ അച്ഛനെ വിളിക്കും. നാട്ടിൽ വിളിക്കുന്ന പോരി, ഇനി നിങ്ങൾക്കും കൂടെ വിളിക്കണം. എന്നെ മൂക്കി കയറ്റി വെച്ചേ. ഹലോ അണ്ണാ. ഓ, നിങ്ങളുടെ മോൻ ഇവിടെ UK പോണോ? പോണം. 15 ലക്ഷം കൊടുക്കണം പോലും ഞാൻ അവന് കൊടുക്കാം ഞാൻ. ഹലോ, UK പോണോന്നാ? അതൊക്കെ നമ്മളെ കൊണ്ട് നിവൃത്തിയുള്ള കാര്യമാണ്. അച്ഛന് സുഖമാണോ? വെരി ഗുഡ്. ശരി അച്ഛാ, ശരി. ഓക്കെ അച്ഛാ, ഇനി ഇങ്ങോട്ട് വല്ലപ്പോഴും വിളിക്കണ്ടേ? നീ പോ, ഈ വീട്ടിന്റെ പുറത്ത്. അതല്ലേ ഞാനും പറഞ്ഞത്. അമ്മ, എന്റെ കൂട്ടുകാരന്മാരെല്ലാരും UK പോയി അമ്മ. അമ്മ, അങ്ങനാണെങ്കി ഇവനെ വിടുകയെ ചെയ്യരുത് കേട്ടാ. ഇവനും കൂടെ ആ കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാ അവിടെ എല്ലാം അലമ്പായി പോകും. ഇവനെ വിടുവാണെങ്കിൽ അമേരിക്ക വിട്ടാ മതി. അയ്യോ, എന്നിട്ട് വേണം നീ ആ ട്രംപിനെയും കൂടെ ചീത്തയാക്കാൻ. ഇനി ഞാനായിട്ട് എന്തോന്ന് ചീത്തയാക്കിയിരിക്കണേ? നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്നെ വിടത്തില്ല. അമ്മ, എനിക്ക് UK പൗരത്വം വേണം അമ്മ. ഇതാ ഒരെണ്ണം അങ്ങോട്ട് എടുത്ത് ഓർഡർ ചെയ്യടാ. ഓർഡർ ചെയ്യാനാ? പൗരത്വം ഷർട്ടൊക്കെ ഓർഡർ ചെയ്യണം. നിനക്കാണ് ഒരു പൗരത്വം ഓർഡർ എത്ര പറഞ്ഞു ഓർഡർ. ഞാൻ ഒന്ന് പറഞ്ഞു. ഈ പൗരത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ സ്ഥിര താമസം ആക്കുവന്നാ. അതായത് ഇവൻ അവിടെ പെണ്ണിനെ കെട്ടണമെന്ന്. ഓഹോ, പറഞ്ഞപ്പോ എല്ലാം പറഞ്ഞു കൊടുത്താടി. അതിന്റെ കാര്യം, പെണ്ണ് കെട്ടിയാലേ അവിടുത്തെ പൗരത്വം കിട്ടുള്ളൂ. ഞാൻ കല്യാണം കഴിക്കും. പിന്നെ നീ കഴിക്കും. അമ്മ സമ്മതിച്ചേ, പോടി. അമ്മ സമ്മതിച്ചേ, കഴിക്കാം. അമ്മ സമ്മതിച്ചേ. മര്യാദ ഇവിടെ നിന്ന് പഠിച്ച് ഇവിടത്തെ ഒരു കൊച്ചിനെ കെട്ടിക്കണം. അമ്മ, എനിക്ക് ഇവിടുത്തെ പെണ്ണുങ്ങളെ ഒന്നും ഇഷ്ടമില്ല അമ്മ. ഇവിടുത്തെ പെണ്ണുങ്ങളെ പേരുകളൊന്നും കൊള്ളൂല. ബലൂണിന്ന് വന്ന ഏറുമല്ല. ഉഷ, പൊടിച്ചി, മണിച്ചി, കുറെ ഇച്ചിച്ച് പേരുകള്. അതിനൊക്കെ അവിടുത്തെ പെണ്ണുങ്ങളെ പേര് കേൾക്കണം. നമ്മളെ ഈ 5 സ്റ്റാർ ഹോട്ടലിലെ മെനു കാർഡ് പോലെ. സിഡ്നി സ്വീനി, നട്ടാഷ റോമനോഫ്, സ്കാർലെറ്റ് ജോഹാൻസൺ. നല്ല 2 പേരൊക്കെ എടുത്ത ഉച്ചയ്ക്ക് നല്ല 2 പാത്രം ചോറുണ്ടാ. അമ്മ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. നാളെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോ ചറക്കി അടിച്ച് വീണ് അമ്മ ഇങ്ങനെ അടുത്ത് ആശുപത്രി കൊണ്ടായി. ആ സർക്കാർ ആശുപത്രിയിൽ ഒരു പാത്രം കഞ്ഞിവെള്ളം കൊണ്ട് ഒരു മദാമ ഇങ്ങനെ പറഞ്ഞു. അതാരാ? ആരാ? അമ്മയുടെ മദാമ മരുമോൻ. നാത്തും പോയി നടത്തല്ലേ? ഇവിടെ പറയാനായിട്ടല്ല. എനിക്ക് എന്റെ മദാമ കൊച്ചിന് ഇതൊന്നും കേട്ടോണ്ട് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. വാടക വീട്ടിലാണെങ്കിൽ നമ്മൾ താമസിക്കും. കല്യാണം കഴിഞ്ഞില്ല, മറന്നുപോയി ഞാൻ. ഇവന്റെ ഈ സ്വഭാവം കൊണ്ട് ഇവൻ ഏതെങ്കിലും മദാമ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരും. അങ്ങനാണെങ്കിൽ അമ്മ ഏത് ഭാഷയിൽ അവളോട് അമ്മായിമ്മ പോരെടുക്കും. അത് ശരിയാ. എന്തൊരു ചെണ്ടോടന കൊരങ്ങനാ. എന്തോന്ന് കാര്യം? ഞാൻ അങ്ങ് UK ചെന്ന അവിടുന്ന് എനിക്ക് കിട്ടുന്ന പോക്കറ്റ് മണി കൊണ്ട് നിങ്ങളെ 2 പേരെയും ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കും. അയ്യേ, അങ്ങനെ ഇപ്പൊ അവൾ ഇംഗ്ലീഷ് പഠിച്ചിട്ട് ഞാൻ അവളോട് വഴക്കുണ്ടാക്കത്തില്ല. എടാ, അവള് വേണമെങ്കിൽ എന്റെ മലയാളം പഠിക്കട്ടെടാ. എന്നിട്ട് ഞാൻ പറയുന്ന അവള് കേക്കട്ടെ. നിങ്ങൾ എന്താന്ന് വെച്ചാച്ചേ, എനിക്കിപ്പോൾ 15 ലക്ഷം രൂപ ഇങ്ങ് താ, ഞാൻ പൊയ്ക്കോട്ടെ. എടാ മക്കളെ, ഈ വീട് വിറ്റ് നിരക്ക് എടുത്ത് തരാന്നായിരുന്നെങ്കിൽ ഇതിന്റെ പ്രമാണം ബാങ്കില്. എനിക്കാകെ ഉള്ളത് എന്റെ ഒരു കിഡ്നി. അത് വിറ്റിട്ടാണെങ്കിൽ നീ അങ്ങ് കൊണ്ടുപോകുന്നില്ല 15 ലക്ഷം. അമ്മ എന്തോന്ന് വർത്താനം അമ്മ പറയണത്? പെറ്റതള്ളാരെ കിഡ്നി വിറ്റ് UK പോവാനുള്ള മനസാക്ഷി ഇല്ലാത്തവനല്ല ഞാൻ. അമ്മ പറയണത് കേട്ടാടി. നീ എന്റെ അരിയത്തി അല്ലേടി? നിന്റെ കിഡ്നി അരി ഞാൻ പോയിക്കോട്ടെ. എന്നെ അടിച്ച് ക്ലൈമാക്സ് എടുത്താൻ നോക്കിയല്ലേ? ക്ലൈമാക്സ് വേണ്ടേ? ഇത് എന്റെ കഥയാടി. ഇതിന്റെ ക്ലൈമാക്സ് UK കൊണ്ടുപോയി. വീടാടാ. ഇവിടെ അടിക്കാനുള്ള ക്ലൈമാക്സ് ഞാൻ ഇവിടെ അടിച്ചു നിർത്തും. എന്റെ ഡൂക്കേ. നോക്കൂ, ഗേൾസ് ടീമിന്റെ അഭിമാനമായ സ്കിറ്റാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. അതാ ശ്വേതാ മേനോൻ ഓടിച്ചെന്നവരെ കെട്ടിപ്പിടിക്കുകയാണ്. ചേച്ചി ഇമോഷണൽ ആവുന്നു കണ്ടോ? ഇത്രയും നല്ല സ്കിറ്റ് കണ്ടിട്ടില്ല എന്നും പറഞ്ഞ് ചേച്ചി അവരോട് പറയുകയാണ്. മൈക്ക് ഇല്ലാത്തോണ്ട് ഞാനത് നിങ്ങൾക്ക് തർജ്ജമിക്കുകയാണ്. ഒരു മജീഷ്യന് മൈക്ക് അന്തരീക്ഷത്തിനുണ്ടാകും. അത് മാത്രമല്ല, ഈ ചേച്ചി പലർക്കും ഓങ്ങി വെച്ച പായാണ്. നിനക്ക് കിട്ടിയതേ ഉള്ളൂ. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. എന്തോ ഒരു ആസ് എൻ ആർട്ടിസ്റ്റ് ഭയങ്കര ആദ്യമായിട്ടാണ് ഞാൻ ഈ 2 കുട്ടികളും 2 പേരും അസാധ്യം ആർട്ടിസ്റ്റാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഓരോരുത്തരും ഇവിടെ ഇവനെ മാത്രമേ നോക്കിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇവർ 2 പേരും
നോട്ടീസേ ചെയ്തിട്ടില്ല. എനിക്ക് ഭയങ്കര, ഞാൻ ഈ സ്കിറ്റില് പ്രണവിനെ കണ്ടോണ്ടിരിക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ പേഴ്സണലി ഭയങ്കര സന്തോഷം. കാര്യം എന്താ അറിയോ, ഇവൻ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇവൻ വീഡിയോ അയച്ചിട്ട് ചേട്ടാ എനിക്ക് കോമഡി മാസ്റ്റേഴ്സിൽ വരണമെന്ന് പറഞ്ഞ സമയത്ത്, ഇവൻ അയച്ചു സമയത്ത് ആ വീഡിയോ കണ്ടിട്ട് ഇവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടൊരു വീഡിയോ അയച്ചതാടാ, ഞാനവിടെ അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ പ്രണവിൽ നിന്ന് ഇപ്പൊ ഇന്ന് ഈ ഫ്ലോറിൽ ഒരുപാട് സ്കിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ സത്യത്തില് അഭിമാനവും സന്തോഷവും ഒക്കെ. അത് എന്താ അറിയോ, അത് എന്തെങ്കിലും രീതിയിൽ ഞാനും അതിനോട് കാരണമായല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ എനിക്കും സന്തോഷം, ഭയങ്കര അഭിമാനമാണ് നിന്നെ കാണുമ്പോൾ. സത്യം വളരെ മനസ്സിൽ നിന്ന് പറയുന്നതാണ്. പിന്നെ നമ്മൾ സാധാരണ പറയും നാട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കൂലെന്ന്. നിന്റെ നാട്ടുകാരനായിട്ട് ഞാൻ പറയുന്നു, നീ സൂപ്പറാണ്, നീ ഗംഭീരമാണ്. കഴിഞ്ഞ ദിവസം ചേച്ചി ഞാൻ പ്രണവിനോട് പറഞ്ഞേ, പ്രണവ് കഴിഞ്ഞ ദിവസം സ്കിറ്റ് കണ്ടപ്പോ മോനോടാ മോനെ അടിപൊളിയായിട്ട് ചെയ്യണം, എന്ത് രസമാണ്. അയ്യോ ചേട്ടനെ പോലത്തെ ആൾക്കാരൊക്കെ ഞാനൊന്നും ഒന്നുമല്ലടാ നിന്റെ മുന്നിൽ, നീയാണ് കിടു, സൂപ്പർ ആർട്ടിസ്റ്റ് ആട്ടോ, അടിപൊളി. ചേച്ചി നമുക്ക് ബാറ്ററി നോക്കണം. പിന്നെ പക്ഷെ ബാറ്ററി നോക്കുന്നതിന് മുമ്പ് ചേച്ചി ഒരു മാജിക് കാണിച്ചാൽ നമ്മുടെ ഹോം സെറ്റിലേക്ക് നമ്മൾ തിരിച്ചു വരും. ഓക്കെ, അപ്പോ ഇനി ബാറ്ററി നോക്കാം. ബാറ്ററി നോക്കാം. വാ തിരിഞ്ഞു നോക്കിക്കോ. അയ്യോ കൊച്ചു ഞെട്ടി. ഓക്കെയാണോ? അയ്യോ 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 ചേച്ചി ചേച്ചി കരയാതെ അമ്പടിച്ചിട്ടും കരയണ. ഓക്കെയാണോ? ഒരു മിനിറ്റ് രണ്ടുപേരും സ്റ്റക്കായി. ഞാൻ പേടിച്ചു പോയി. ഞാനേ പേടിച്ചു അവരുടെ ഇത് കണ്ടിട്ട്. ഇതെല്ലാം കാരണം പ്രണവ് നീയാണ് കേട്ടോ. മോനെ ഇതിന്റെ സ്ക്രിപ്റ്റ് ആരായിരുന്നു മോനെ? സ്ക്രിപ്റ്റ് ആരായിരുന്നു? നിതീഷേട്ടാ നിതീഷേട്ടാ നിതീഷിന് നല്ലൊരു കൈ കൊടുക്കാം. ചേട്ടാ കാരണം നമ്മൾ ആർട്ടിസ്റ്റ് സ്റ്റേജ് പെർഫോം ചെയ്യുമ്പോഴും ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്ന പലരും പലപ്പോഴും പറയാവും. അപ്പോൾ എന്തായാലും നിതീഷ് നല്ലൊരു കൈയടി, സൂപ്പർ സ്കിറ്റ് ആയിരുന്നു. സൂപ്പർ. ചേച്ചി അടുത്ത മാജിക് എന്ന് പറയുന്നത് ഈ പൈസ ഇട്ട് കൊടുക്കണം. അതെ. അപ്പം ഫോൺ വേണ്ടേ? യെസ്. ആ അപ്പൊ ഫോൺ. ഭയങ്കര മാജിക് ആയി പോയി. ചേച്ചി ഇനി ആരും മജീഷ്യൻ സാമ്രാജ് എന്ന് വിളിക്കരുത്, മജീഷ്യൻ സാമ്പ്രാണിത്തിരി. നല്ലായിരുന്നു, പരിപാടി നല്ല നല്ല കുഴപ്പമില്ല. അത് എന്തായാലും അർജുന്റെ പേയ്മെന്റിന് 50,000 ഇപ്പൊ ഇവർക്ക് കൊടുക്കുന്നു. സാമ്പ്രാണി തിരിയിൽ അമ്പയറായിട്ട് വളർത്തണം. പാസ്വേഡ് നോക്കല്ലേ അവസാനം ബാങ്കിൽ നിന്ന് പൈസ എല്ലാം പോയിട്ട് നമ്മൾ അവസാനം ഓ